പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 17 കരുവന്നൂരിലേക്ക് ഒന്ന് പോകാം. കരുവന്നൂരിൽ എന്താ? കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങി. മാടായിക്കോണം TK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിനാൽ BJPയും CPMും തമ്മിലാണ് പ്രധാന മത്സരം. 13-അംഗ ഭരണസമിതിയിലേക്ക് 10 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജെയ്സൺ ചമോളപ്പിലോട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചമോളപ്പിൽ, കരുവന്നൂരിലെ തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കരുവന്നൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം 2016 ശേഷം കരുവന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. തട്ടിപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പാണ്. അതിൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചു. BJPയും CPMും തമ്മിലാണ് മത്സരം നടക്കുന്നത്. സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നുണ്ടോ? ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ? ജെയ്സൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കരുവന്നൂർ എന്ന് കേട്ടാൽ നമുക്കെല്ലാം അറിയാം, ദേശീയ ശ്രദ്ധ ആകർഷിച്ച സ്ഥലമാണ്. ഒരൊറ്റ കാരണം കൊണ്ടാണ് ബാങ്ക് തട്ടിപ്പ് എന്ന കാരണം കൊണ്ട്. ആ ബാങ്ക് തട്ടിപ്പ് നടന്ന ശേഷം 10 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കണം. അതിൻ്റെ എല്ലാ ചൂടും ഇവിടെയുണ്ട്. തുടക്കം തന്നെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. അതിന് മാത്രം പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കൊച്ചു തർക്കങ്ങളായിട്ടാണ് 10 വർഷത്തിന് ശേഷം കരുവന്നൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം 12 ബൂത്തുകളിലായി 76 കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 13 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. അത് നിലവിൽ 2 സീറ്റുകൾ 2 മെമ്പർമാർ സ്വാഭാവികമായിട്ട് CPMന്റെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് 40 വയസ്സിന് താഴെയുള്ള 40 വയസ്സിന് താഴെയുള്ള വനിതാ അംഗം സ്വാഭാവികമായിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ നിക്ഷേപ അംഗം എന്ന നിലയിൽ ഒരാൾ തിരഞ്ഞെടുക്കും. 13 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. വലിയ വാശിയുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 13,000-ഓളം വോട്ടർമാരുടെ മൊത്തമുള്ളത്. പക്ഷേ അതിൽ ഒട്ടുമിക്ക ആളുകളും അതിൽ ഇല്ലാത്തവരുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 7,000-ഓളം പേരെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ വാശി. ആ വാശിയുടെ അവസാനം എന്ത് സംഭവിക്കുമെന്നറിയാം. പക്ഷേ കോൺഗ്രസ് ബഹിഷ്കരിച്ചു കഴിഞ്ഞു. BJPയും CPMും നേരെയാണ് മത്സരം നടക്കുന്നത്. 3 മണിവരെയാണ് പോളിംഗ്. അതിനുശേഷം ഇന്ന് തന്നെ കൗണ്ടിംഗ് ഉണ്ടാകും. റിസൾട്ട് കാര്യമായ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എങ്ങനെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാറുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കരുവന്നൂരിലെ സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജെയ്സൺ ചമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.